ശ്രീഗണേശാശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴൽ നാരായണീയം. ദശകം 46. ഉണ്ണികൃഷ്ണന്റെ വായിൽ യശോദ പ്രപഞ്ചം കണ്ട കഥ. മുല കുടിക്കുന്ന പ്രായം മുകുന്ദനോ ഓരോ ദിനം കൂട്ടുമായ ഇടാനായി വായ് തുറന്നപ്പോൾ അമ്മയാകും യശോദയോ അരുമതൻ വായ്ക്കകത്ത് അഖില ലോകവും കണ്ടു അത്ഭുതപ്പെട്ടു. അല്ലയോ വിശ്വത്തിൻ നാഥ, അവിടുത്തെ ചങ്ങാതിമാർ അമ്മയോടു കളവായി ഇങ്ങനെ ചൊല്ലി: ഇന്നോ ഞങ്ങൾ കളിക്കുമ്പോൾ യശോദാമ്മേ കണ്ണനിവൻ ഒരു പിടി മണ്ണു വാരി വായ്ക്കകത്തിട്ടു. മണ്ണു തിന്നാൽ ദണ്ണം വരും എന്നു കരുതിയ യശോദ കണ്ണനുണ്ണി തൻ്റെ നേരെ ചുണ്ടിയെടുത്തു. പ്രളയകാലത്തിൽ പഞ്ചഭൂതാത്മക പ്രപഞ്ചത്തെ ഉള്ളിലാക്കും വിശ്വരൂപമെന്നറിയാതെ ആരോതെന്നോ പറഞ്ഞിട്ടും മണ്ണു തിന്നുമല്ലേ ഉണ്ണി, അടിതരും ഉടൻ തന്നെ വായ് തുറക്കുക. അമ്മയുടെ വാക്കു കേട്ടും ഒന്നും മിണ്ടിയില്ല ഉണ്ണി, അനങ്ങാതെ നിന്നുമെല്ലെ പുഞ്ചിരി തൂകി. എല്ലാവരും പറയുന്നു ഉണ്ണി മണ്ണു തിന്നുവെന്ന്, ഏട്ടനും സത്യമെന്നതു പറഞ്ഞിടുന്നു. വായ കാണണമെന്നമ്മ പറഞ്ഞപ്പോൾ വാസുദേവൻ താമര വീടരും പോലെ വായ തുറന്നു. ഒരിടത്തു കാട്, പിന്നെ ഒരിടത്തു സമുദ്രവും ആകാശവും പാതാളവും അസുരന്മാരും ദേവകളും മനുഷ്യരും എല്ലാം വായിൽ കണ്ടു. തവ വായിൽ കാണാത്തതായി ഒന്നുമില്ലല്ലോ. പാലാഴിയിൽ പള്ളി കൊള്ളും വിഷ്ണുവിനെ കണ്ടു അമ്മ, വൈകുണ്ഠത്തിൽ വാസിക്കുന്ന ഭഗവാനെയും. അമ്മയ്ക്കു മുന്നിൽ നിൽക്കുന്ന ബാലഭാവത്തെയും കണ്ടു. എത്ര എത്ര രൂപങ്ങളാ വായിൽ തെളിഞ്ഞു. കണ്ണന്റെ വായ്ക്കകത്തു മണ്ണു കാണാനായി അമ്മ ഏറെ നേരം പലവട്ടം ശ്രദ്ധിച്ചു നോക്കി. അമ്മയ്ക്കു തൃപ്തിയായിടാൻ മുകുന്ദനോ ഭൂലോകവും മറ്റുള്ള ലോകങ്ങളെയും കാണിച്ചുവല്ലോ. വാസുദേവൻ തന്നെ സർവം എന്ന സത്യം യശോദയ്ക്കു വാസുദേവൻ സ്പഷ്ടമാക്കി അതീവ ഭംഗ്യാ. വാക്യകത്തും കണ്ണൻ തന്നെ പ്രപഞ്ചമോ അനന്തവും അസ്ഥിരവും എന്ന സത്യം വിശദമാക്കി. പരമാർത്ഥ തത്വത്തെ അറിഞ്ഞു നിശ്ചേഷ്ടയായി അമ്മ, പരാത്പരൻ സ്നേഹമായ മായയാൽ അമ്മയെ മായക്കി പിന്നെ അമ്മിഞ്ഞ നൽകയെന്നോതും അത്ഭുത ശിശുവം ദിവാ രക്ഷിക്കണമേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.